അലക്കുതുണി കൊടുക്കാൻ അയച്ചു വിട്ടാ നീ എന്ത് വേണം? അലക്കുതുണി കൊടുത്തു കഴിഞ്ഞപ്പോ ഒന്ന് വേഗം വീടെത്തണ്ടേ? വേണ്ടേ? നിന്റെ ആങ്ങളെ വഴി വെച്ച് കണ്ടു. അവൻ വിളിച്ചപ്പോ നീ അവന്റെ കൂടെ പോയോ? ഇടി മഹാഭാവി ഈ മണ്ണാനും മണ്ണാത്തി അലക്ക് തൊഴിലാളിയാണ്. എല്ലാവരുടെ വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ കൊണ്ട് അലക്കി ആക്കിയിട്ട് അവരുടെ വീട്ടിൽ കൊണ്ട് അവർക്ക് പ്രത്യേക ദേശവും തറയും നടക്കലും ഒക്കെ പതിവുണ്ടായിരുന്നു. അവരെ ബഹുമാനിച്ചിരുന്നു. ഇന്ന് കല്യാണ അവസരത്തിനൊക്കെ അവർക്ക് പ്രത്യേക അവകാശവും പ്രത്യേക ഒരു സ്ഥലം തന്നെ അവർക്ക് ഏർപ്പാട് ചെയ്ത് പന്തലിനകത്ത് കല്യാണത്തിനൊക്കെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ വലിയൊരു ബഹുമാനമായിരുന്നു. ചത്താലും പെറ്റാലും പോകണം. പെറ്റാൽ പോയാൽ മുണ്ടും പണവും നല്ല ഭക്ഷണം എല്ലാം തന്ന് സന്തോഷമാക്കിയിട്ട് വിടണം. അവരെല്ലാം അറിയും. പക്ഷെ എന്നാലും ഇതൊരു ചടങ്ങാണ്. ഓരോ കുടുംബത്തിലും നടക്കുന്ന വളരെ രസകരമായ അനുഭവങ്ങൾ, കുടുംബ ബന്ധങ്ങൾ വളരെ രസകരമായിട്ട് പൊറാട്ടുകളിൽ അവതരിപ്പിക്കുക. ഇതിനകത്ത് ഏറ്റവും ദൈർഘ്യമുള്ളതും ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ എത്രത്തോളം വേണമെങ്കിൽ നമുക്ക് നീട്ടിക്കൊണ്ടുപോകുന്നതുമായ മണ്ണാനും മണ്ണാത്തിയും എന്ന് പറയുന്ന ഒരു പൊറാട്ടിലെ ഏറ്റവും സവിശേഷമായൊരു പൊറാട്ട്. അങ്ങനെ അവർക്ക് ഈ മാറ്റി വയ്ക്കാമെന്നൊരു പതിവുണ്ട്. മാറ്റി പറഞ്ഞാൽ ശുദ്ധമാവണമെങ്കിൽ മാറ്റി വേണം. മരിച്ചാലും വേണം വില പോകാൻ. ചത്താലും പെറ്റാലും പെൺകുട്ടികൾ മൃദുവായാലും മണ്ണാൻ്റെ മാറ്റ് ഒഴിച്ചുകൂടാൻ പറ്റില്ല. ആ മണ്ണാൻ്റെ മാറ്റിൻ്റെ ഉദാഹരണം തന്നെയാണ് കൊടുങ്ങല്ലൂർ ഇന്നും മണ്ണാൻ അധികാരം. കൊടുങ്ങല്ലൂരമ്മ ആരാണ്, കർണകിയാണ്, അതാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന പല പേരിൽ അറിയപ്പെടുന്നതല്ലേ. ഇതെല്ലാം നമ്മുടെ ഈ പൊറാട്ടിൽ കൂടെ, പാട്ടിൽ കൂടി, നമ്മുടെ ഇടപെടലിൽ കൂടെയൊക്കെ ഉണ്ട്. ഈ പൊറാട്ടിൻ്റെ ഒരു പ്രത്യേകത, പാണ സമുദായം തങ്ങൾക്കൊപ്പം മഹിതമായ ഒരു പാരമ്പര്യമുണ്ട് എന്ന് അവർ കരുതുന്ന ഒരു വിഭാഗമാണ്. അതോടൊപ്പം തന്നെ ജാതീയമായ പലതരം, ഏതാണ്ട് ഒരേ നിലയിലുള്ള രണ്ട് ജാതി വിഭാഗങ്ങൾ എന്ന രീതിയിൽ ജാതീയമായ പലതരം സംഘർഷങ്ങൾ പാണനും മണ്ണാനും ഇടയിലുണ്ട്. ഇതൊക്കെ ഈ പാട്ടുകളിലൂടെ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ പാണന്മാർക്കും മണ്ണാർക്കും ഈ ദേശത്തെ ഒരു അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ അവർക്ക് പൂതന്തറ കെട്ടൽ, അതിൽ ഈ പൂതന്തറയ്ക്ക് ഒരു കാര്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ഭർത്താവിനെ തോറ്റി വെക്കണമെങ്കിലോ ദർപ്പപ്പുല്ല് കൊണ്ടുവരണം. അന്ന് പറക്കും കാക്കരെ ആട്ടുവാനായിട്ട് വണ്ണയെ സൃഷ്ടിച്ചു മണ്ണാനെ. അമ്മ പോയി ദർപ്പപ്പുല്ല് കൊണ്ടുവരുന്നവരെ കാക്ക കടുവിനെ ആട്ടാൻ കയ്യും കൊണ്ട് ഇങ്ങനെ കാക്കയും കടുവിനെ ആട്ടിയതാണ്. അതാണ് പൂതന്തറ. മണ്ണാർ അമ്പലങ്ങളിൽ പൂരസ്ഥലങ്ങളിൽ പൂതന്തറ കെട്ടി കളിക്കുന്നത് അതാണ്. അങ്ങനെ കെട്ടിയതാണ്, അവർക്ക് വരം കിട്ടിയതാണ്. അങ്ങനെ കൊടുങ്ങല്ലൂർ അമ്മയുടെ വണ്ണയിൽ നിന്നും വരുന്നത് കൊണ്ട് മണ്ണാനല്ല പേര് വണ്ണാൻ എന്നതാണ് ശാസ്ത്രം. വണ്ണയിൽ സൃഷ്ടിച്ചതാണ്. കൊടുങ്ങല്ലൂർ അമ്മന്റെ വണ്ണയിൽ ജനിച്ച മണ്ണാനല്ല, വണ്ണാനാണ്. ആയിരം കണ്ണുള്ള ആയുധമായുള്ള പള്ളിപാട് കൊണ്ട് ആയിരം കണ്ണുള്ള മായാസ്വരുവിലെ മായയാലെ മനസ്സറിഞ്ഞു. അന്ന് ആയുധമായൊരു പള്ളിവാളും പാത്ര വട്ടയോടെ ദേവി നടന്നു. മണ്ണാപ്പൊറാട്ടിലാണ് ഈ പാട്ടുകളൊക്കെ. മണിക്കൂറുകളുണ്ട് അതിൽ. അതുപോലെ മണ്ണാത്തി വരുന്നതും അതുപോലെ തന്നെയാണ്.
മണ്ണാനും മണ്ണാത്തിയും, ചീരു എന്ന് പറയുന്ന മണ്ണാത്തിയാണ് ആദ്യം കഥ പറയുന്നത്. എന്താണ് മണ്ണാൻ്റെ ജോലി എന്നും എന്താണ് മാറ്റ് എന്നും വളരെ വിശദമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. തങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന ജോലി കിട്ടിയത്? ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ് ജാതി പകുത്തത്. കേരളത്തിൻ്റെ ജാതി വ്യവസ്ഥ, ഓരോ ജാതിക്കും കുലത്തൊഴിലുമായി ബന്ധപ്പെട്ട് ഓരോ ജാതിയുടെയും തൊഴിലുകൾ എന്താണ്, അവരുടെ കർമ്മങ്ങൾ എന്താണ്, അവകാശങ്ങൾ എന്താണെന്ന് സവിസ്തരം മണ്ണാത്തി ഈ പാട്ടുകളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജീവിത ചെലവ് കഴിഞ്ഞുകൂടുന്നതിനുള്ള പലതരം പ്രയാസങ്ങൾ, കുടുംബത്തിലെ തല പ്രശ്നങ്ങൾ, അമ്മയുമായുള്ള പ്രശ്നങ്ങൾ, ഭർത്താവിൻ്റെ പിടിപ്പുകേട് തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് കടന്നു വരും. അതിൽ പള്ളം പറയാം 18 ജാതി പകുത്തത്, ആഴ്വാഞ്ചേരി തമ്പുരാൻ വീട്ടിൽ നിന്നാണ്. ഇതൊക്കെ പാട്ടിൽ കൂടെയാണ്. ആഴ്വാഞ്ചേരി മാനയ്ക്കെന്ന് അതതു ജാതി പകുത്തിട്ട് വാഴ്വതിനുള്ളൊരു വർഗങ്ങൾ മണ്ണാർ കുലമതേ ഞാനല്ലേ. അങ്ങനെ അത് പോകും. അത് ഈ കൊടുങ്ങല്ലൂരമ്മനെയും ഈ ഇതിനെ വർണ്ണിച്ചുകൊണ്ട് തന്നെയാണ് മണ്ണാൻ്റെ ഉത്ഭവങ്ങളും പാട്ടുകളും എല്ലാം. പക്ഷേ എല്ലാറ്റിനും ഗുരുവിന് വന്നിച്ചിട്ട് വേറെ വാക്കുകളുണ്ട്. ഭാർഗവപിള്ള കോഴിക്കോട് എഴുതിയിട്ടുണ്ട് ഒരു പാണപ്പൊറാട്ട് എന്നൊരു പുസ്തകത്തിൽ. ഗുരുപദത്തിങ്കൽ 8ാം ക്ലാസ്സിൽ നമ്മുടെ പാഠപുസ്തകത്തിലുണ്ടായിരുന്നു കുറച്ച് വർഷം മുന്നേ. ഗുരുപദത്തിങ്കൽ ലേറ്റം വന്നിച്ച്, ഗുരുപദത്തിങ്കൽ ലേറ്റം വന്നിച്ച് കുരുത്തം കൈക്കൊണ്ട് ഞാനേ ഒരു കവിത പുതിസായിട്ടിതാ പറയുന്നെല്ലാരും കേൾക്കി. ഈ കഴുത ചുമക്കും ചുമയെടുത്തിട്ട് കഴുത്തിലും തോളിലിട്ട്. ഇതൊക്കെ ഈ മണ്ണാൻ ഈ ബാണങ്ങൾ ചുമക്കുന്നതും മണ്ണാത്തി ബാണം ചുമക്കുന്നതൊക്കെ പൊറാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പം മണ്ണാത്തി പൊറാട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു അലക്ക് തൊഴിലാളിയാണെന്ന് നമ്മൾക്ക് പറയാം. ഈ പാട്ടോ സംഭാഷണത്തിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ കഥാപാത്രത്തിനെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയില്ല. കഥാപാത്രം രംഗത്ത് വരുന്നത് ആ ബാണ്ടക്കെട്ടായിട്ടാണ്. അതിലൊരു വടി ഉണ്ടാവും. ആ വടിയിലാണത് തൂക്കി വരുന്നത്. ഈ പൊറാട്ടിൻ്റെ ഒരു പ്രത്യേകത, ഇതിനകത്തേക്ക് അവതരണത്തിനനുസരിച്ച് നിരവധി കഥാപാത്രങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. കുഞ്ചുത്തായി എന്ന് പറയുന്ന ഒരു മണ്ണാത്തി തള്ള ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. ഒരു പോലീസുകാരൻ ചിലപ്പോൾ കഥാപാത്രമായിട്ട് വരും. ഇതുകൂടാതെ പാണന്മാരുടെ കുലപിതാവ് എന്ന് അറിയപ്പെടുന്ന തിരുവരങ്കൻ പാണനാർ ഒരു കഥാപാത്രമായി ചില അവതരണങ്ങളിൽ കാണാൻ കഴിയും. ഇങ്ങനെ മണ്ണാനും മണ്ണാത്തിയും എന്നുള്ള 2 കഥാപാത്രങ്ങളാണ് അതിനകത്തെ കേന്ദ്ര കഥാപാത്രങ്ങളെങ്കിലും നിരവധി ഉപകഥകൾ കൊണ്ടും ഉപകഥാപാത്രങ്ങൾ കൊണ്ടും 2.5 മണിക്കൂർ വരെ നീണ്ടുപോകാവുന്ന ഏറ്റവും വലിയ ഒരു അവതരണമാണ് മണ്ണാനും മണ്ണാത്തിയും എന്ന് പറയുന്ന പൊറാട്ട്. ആ കാരണം കൊണ്ടാണ് പൊന്മകനെ എന്ന ചെലവ് വെക്കാൻ അയച്ചത്. ആ ചെലവ് വെക്കാൻ പോയിരിക്കുന്ന സമയത്ത് അയാൾക്ക് അവിടെ എന്താ സംഭവിച്ചത്? അതോടൊപ്പം തന്നെ കണ്ണകി കോവലൻ കഥ അവതരിപ്പിക്കാറുണ്ട്. രാമായണത്തിൻ്റെ കഥ ഏതാണ്ടൊക്കെയും പൂർണ്ണമായിട്ട് ഈ കഥയിൽ ദശരഥൻ്റെ കഥയും കൈകേയിയുടെ കഥയും ഒക്കെ അതോടൊപ്പം തന്നെ മാരീചൻ്റെ കഥയും ഇങ്ങനെ രാമായണത്തിലെ പല കഥാസന്ദർഭങ്ങളും ഈ പറയുന്ന കഥയ്ക്കകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഇതിനകത്ത് ദാമ്പത്യം എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മഹാഭാരതത്തേക്കാൾ രാമായണമാണ് ഏറ്റവും കൂടുതൽ പൊറാട്ടുകളിൽ അവതരിപ്പിക്കുന്നത്. അതിനകത്തൊക്കെയും ഈ കുടുംബം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം, അതിനകത്തുള്ള സദാചാരം തുടങ്ങിയ കാര്യങ്ങളാണ് എപ്പോഴും ഈ പൊറാട്ടുകളിൽ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. അങ്ങനെ
മാത്രം 6 മാസമായി വീട് വിട്ട് വെളിക്ക് പോയിട്ട് ഇപ്പൊ വന്ന് എന്ത് വേണം? എന്താണ്ട് വീട്ടിലെ വിശേഷം? കുട്ടി മക്കൾ എന്ത് ചെയ്യുന്നു? ആ വേലി കെട്ടിയോ? ആ പേരെ മേഞ്ഞോ എന്നുള്ള നല്ല വാക്ക് എന്നെ കൊണ്ട് ചോദിക്കുവോ? നിങ്ങളെ കൊണ്ട് ആട്ടത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആണ്ടിപൂജ കഴിക്കാൻ പറ്റിയ സ്ഥലമാണത്. ജീവിത പ്രാരാബ്ധം കൊണ്ട് പലയിടത്തായി തുണികൾ ശേഖരിക്കുന്ന ഈ മണ്ണാത്തിയും യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു മണ്ണാനും തൻ്റെ മകളെ കഷ്ടത്തിലാക്കിയ ഈ മണ്ണാനെ അന്വേഷിച്ച് അവനെ തിരുത്താൻ വരുന്ന മണ്ണാത്തി തള്ളയുമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് കാണാം. ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണെന്നും എങ്ങനെയാണ് കുടുംബം നന്നായി കൊണ്ടുപോകേണ്ടത് തുടങ്ങിയ സദാചാര ഉപദേശ കഥകളായിട്ടാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് ഈ മണ്ണാത്തി പൊറാട്ട് അവസാനിക്കുന്നത്. അതോടൊപ്പം തന്നെ പാണ സമുദായം അടക്കമുള്ള മിക്കവാറും സമുദായങ്ങളുടെ ഉൽപ്പത്തി കഥ പറയുന്നു എന്നതും മണ്ണാത്തി പൊറാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. പോയപ്പെക്കടോ അത് പറഞ്ഞ ആർക്കാക്കാം വിലനൊന്നുമില്ല കണ്ണി തക്കേണ്ടത് കരിമഴി തട്ടി വിചാരിച്ചു. മകളിനെ ദ്രോഹിച്ചിട്ട് അമ്മ ചോദിക്കാൻ വരികയാണ്, എൻ്റെ മകളിനെ തല്ലുവാനായി കാരണം എന്താണെന്ന് അത് ചോദിക്കാനായിട്ട് വന്ന് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് പാട്ടിലൂടെ. കെട്ടിയ പെണ്ണിനെ തല്ലുവാനായി കുറ്റം പലതൊന്നും വേണ്ട മകളിക്കെന്ന് ഞാൻ വല്ല വഴിക്ക് ഞാൻ പോകും, നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു. പോടാ പറഞ്ഞാട്ടാകുമ്പോൾ കുറച്ച് ദൂരം പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് കൂടെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ അതൊരു രസം ഭയങ്കരമാണ്. പിന്നെ അപ്പോൾ പറയും, മകനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു നിങ്ങൾ രണ്ടാളും കൂടി കഴിയുക എന്ന് പറഞ്ഞ് പിണക്കത്തിന് വഴിവെച്ച് അവരങ്ങനെ ചോദിച്ച് വളരെ ഇതായിരുന്നു. അപ്പോൾ ഈ തന്ന മുതലൊക്കെ നശിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച് തരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ആക്ഷനാണ്. അത് പ്രായത്തിൻ്റെതല്ലേ, അന്ന് പൊടിയല്ലേ കുട്ടി, അതെന്നെ മൂക്കി കയറ്റിയതല്ലേ, അതല്ല ചെറിയ കുട്ടിയല്ലേ. അച്ഛനില്ലാത്ത മകളിനെ ഞാൻ എങ്ങനെ വളർത്തിയിട്ടെന്ന് എനിക്ക് തന്നാണ്, ഇങ്ങനെയൊക്കെ ആക്കിയത് ആരാടാ എന്ന് ചോദിക്കുന്നത്. അതൊക്കെ ഡയലോഗാണ്. Bye.